Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ചാപ്റ്റർ 4 സ്റ്റാർട്ട് ചെയ്തില്ലേ? മെഡിക്കൽ എക്യുപ്മെന്റ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റേഴ്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണിത്. അപ്പൊ നമ്മുടെ ഓരോ ടീച്ചേഴ്സിന്റെയും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തത് ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഓവർവ്യൂ എന്ന് പറഞ്ഞ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ? ഓക്കെ, ശരി. അപ്പൊ ആ ഭാഗവും കൂടി നമ്മൾ മാക്സിമം ഉള്ള ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഭാഗം കൂടി എടുക്കും കേട്ടോ. അപ്പൊ അത് എങ്ങനെയാണുള്ളത്, ഏത് ടീച്ചേഴ്സ് ആണുള്ളത്, ആദ്യം ആരുടെയാണോ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവുന്നത് അവരായിരിക്കും അത് കണ്ടിന്യൂ ചെയ്ത് ബാക്കി ഭാഗങ്ങൾ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അത് ഇപ്പൊ നമ്മൾ പറയുന്നില്ല. അപ്പൊ അത് ടീച്ചേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് തീരുന്നതിനനുസരിച്ച് കവർ ചെയ്തോളൂ കേട്ടോ. അപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഓൾറെഡി നമുക്ക് റിവിഷൻ തുടങ്ങാനുള്ള സമയമായിരുന്നു. നമ്മുടെ റിവിഷൻ അല്ലെങ്കിൽ പോലും നിങ്ങൾ സ്വന്തമായിട്ട് റിവിഷൻ തുടങ്ങാനുള്ള സമയം ഇല്ലേ? സമയമായോ? ആയോ? ആയി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്താണെങ്കിലും എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പോർഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട്. ചില ചാപ്റ്റേഴ്സ് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിട്ടുണ്ടാവുന്നില്ല. ചില പോർഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് വായിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഒന്നുകൂടി പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോർഷൻസ് ഒക്കെ ചിലത് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തന്നാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ കിട്ടിയാൽ നന്നായിരിക്കും എന്നൊക്കെ തോന്നുന്ന ചില ഭാഗങ്ങൾ വരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ മിസ്സിന്റെ ഭാഗങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഓരോ ടീച്ചേഴ്സിന്റെ അടുത്തും നിങ്ങൾക്ക് സംശയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോർഷൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പൊ ഉള്ള സമയത്ത് മാക്സിമം നമ്മളത് ചെയ്തു തരാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഈ ഒരു മിസ്സിന്റെ പോർഷൻസ് ഒക്കെ നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് അതിൽ ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഭാഗങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആവാനുണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തന്നെ എന്ന് തോന്നുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അതിനടുത്ത ക്ലാസ്സിൽ വരുമ്പോഴോ ഒന്ന് മിസ്സിനോട് അറിയിക്കാം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് ടൈം കണ്ടെത്തി ആ ഭാഗങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കിട്ടിയോ? മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അത് നിങ്ങൾ ആദ്യം പഠിച്ചാൽ മാത്രമേ, ഇപ്പൊ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ എടുത്ത് വായിച്ച് പഠിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന്റെ ഭാഗങ്ങൾ ബുദ്ധിമുട്ടാണ് തോന്നുന്നേ അല്ലെ? അത് നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും ഓരോരോ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഒക്കെയാണ്. അപ്പൊ ചിലർക്ക് വലിയ സംശയങ്ങളോ കാര്യങ്ങളോ തോന്നില്ല. എന്നാൽ പോലും ചിലർക്ക് ചിലപ്പോൾ ചില ഭാഗങ്ങൾ വ്യക്തമാവാത്തതുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ ഒന്നുകൂടി പറഞ്ഞു തരണമെന്നുണ്ടാവും, ചിലപ്പോ ഒരു കണക്ഷൻ കിട്ടാത്തതുണ്ടാവാം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഭാഗങ്ങൾ മിസ് എടുത്ത ചാപ്റ്റേഴ്സിൽ ഉണ്ടെങ്കിൽ ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് എഴുതി വെച്ചിട്ടില്ലേ? അപ്പൊ ആദ്യം നിങ്ങൾ തേർഡ് മോഡ്യൂളിൽ നോക്കാം കേട്ടോ. അപ്പൊ ഒരുമിച്ച് പറയുന്നില്ല, തേർഡ് മോഡ്യൂളിൽ നോക്കാം. തേർഡ് മോഡ്യൂളിൽ മിസ് എടുത്ത ചാപ്റ്ററുകളിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്ന ചില ഭാഗങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പൊ ഉണ്ടായെങ്കിൽ തേർഡ് മോഡ്യൂളിലെ ഏതൊക്കെ പോർഷൻസ് ആണ് വേണ്ടത് എന്ന് അതിന് മടിയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് കിട്ടാവുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് തീരുന്നതിനനുസരിച്ച് മിസ് അഡ്ജസ്റ്റ് ചെയ്ത് അത് എടുത്തു തരാം കേട്ടോ. അപ്പൊ ആ ചില പോർഷൻസുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ചാപ്റ്റേഴ്സും വ്യക്തമായിട്ട് ഉണ്ടാവണമെന്നില്ല. കണ്ടിന്യൂസ് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്തു തരാൻ വേണ്ടി മിസ് നേരത്തെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിലേക്ക് എത്തുന്ന സമയത്ത് വലിയ രീതിയിൽ ഓടി പണിഞ്ഞെടുത്ത് തന്നാലും നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവാൻ പോണില്ല. അപ്പൊ ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിനനുസരിച്ച് നമുക്ക് ഓരോ പോർഷൻസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് ആ ഒരു തേർഡ് മോഡ്യൂളിൽ മിസ് എടുത്ത ചാപ്റ്ററുകൾ ഒന്ന് നോക്കാം.
അതിൽ ഏതെങ്കിലും പോർഷൻസ് വ്യക്തമാവാത്തതോ അല്ലെങ്കിൽ ഡൗട്ട്സ് ഉള്ളതോ അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരണം എന്നുള്ളതോ ഉണ്ടെങ്കിൽ പറയാട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് പറയണേ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ തേർഡ് മോഡ്യൂളിൽ ഇല്ലായെങ്കിൽ നിങ്ങൾ ഫോർത്ത് മോഡ്യൂളിലേക്ക് കടന്ന് അതിലും നോക്കിക്കോ കേട്ടോ. അത് രണ്ടും തേർഡും ഫോർത്തും നോക്കിക്കോ. അതിൽ ഏതൊക്കെ ആദ്യം തേർഡ് മോഡ്യൂളിൽ പറഞ്ഞാൽ മതി. അപ്പൊ അത് ഓരോ സെക്ഷൻ ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോവാലോ. അതിനുശേഷം ഫോർത്ത് മോഡ്യൂളിൽ എടുക്കുന്ന ചാപ്റ്ററിൽ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നതല്ലോ, അപ്പൊ അത് തീരുമ്പോഴേക്കും പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്തു തരേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണേ. അത് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളത് പറയണോ ടെക്സ്റ്റ് ചിലപ്പോൾ മറന്നു പോകും. അപ്പൊ അതുകൊണ്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ പോർഷൻസ് എടുത്ത് തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഈ ഭാഗത്തേക്ക് കിടക്കാം. മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. ഡീറ്റെയിൽസ് ആയിട്ട് ഡിഫിബ്രിലേറ്റേഴ്സിന്റെ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് എക്യുപ്മെന്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള കുറച്ച് എക്യുപ്മെന്റുകളെ കുറിച്ച് ഒന്നുകൂടി നമ്മൾ പരിചയം പുതുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അറിയാത്ത എക്യുപ്മെന്റുകൾ വളരെ കുറവായിരിക്കും. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. ഇൻട്രൊഡക്ഷൻ എന്താ പറഞ്ഞത്? മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ അപ്പാരറ്റസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശം, ഒരു ഡെഫിനറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അതിപ്പോ രോഗനിർണയം അല്ലെ, ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടാവാം, ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് എന്തെങ്കിലും ഒരു രോഗത്തിന്റെ ചികിത്സാപരമായിട്ടുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാവാം, രോഗനിർണയത്തിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഒരു ഡിസീസോ ഇഞ്ചറിയുടെ തുടർന്നുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പുനരധിവാസം അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി, പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങളെയാണ് നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും മെഡിക്കൽ അപ്പാരറ്റസിന്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളുടെ കൂടെ ആക്സസറി ആയിട്ട് നമുക്ക് കൺജോയിന്റ് ആയിട്ട് ജോയിൻ ചെയ്ത് സംയോജിതമായിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാവുന്നവയുണ്ട്, സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാവുന്നവയുണ്ട്. അത്രയും ക്ലിയർ അല്ലേ? അതില് ഇനി നമ്മൾ ഓരോ മെഡിക്കൽ എക്യുപ്മെന്റുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു, ഡിഫിബ്രിലേറ്റേഴ്സ്. ഡിഫിബ്രിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്യുപ്മെന്റ് ദാറ്റ് ബ്രിങ് ബാക്ക് a normal heartbeat by sending an electric pulse shock to the heart. ഹൃദയത്തിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് കടത്തിവിട്ടുകൊണ്ട് അല്ലെങ്കിൽ അയച്ചുകൊണ്ട് നമ്മുടെ ഹാർട്ട് ബീറ്റിനെ, നോർമൽ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റിനെ തിരികെ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഡിഫിബ്രിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഡിഫിബ്രിലേറ്റേഴ്സ് അവൈലബിൾ ആണ്. പല ടൈപ്പില് ഡിഫറെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പല ടൈപ്പിലുള്ളത് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ പോലും ഏറ്റവും കോമൺ ആയിട്ട് പബ്ലിക് സ്പേസുകളിൽ കാണുന്ന ഏതാണ്? ഡിഫിബ്രിലേറ്റേഴ്സ് ആണ്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റേഴ്സ് അല്ലെങ്കിൽ AEDs എന്ന് പറയുന്നത്. അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ രണ്ടെണ്ണമാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് ഫസ്റ്റ് പോയിന്റ്, ഈ ഡിഫിബ്രിലേറ്റേഴ്സ് എന്തിനു ഉപയോഗിക്കുന്ന ഉപകരണമാണ്? അത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാ? ഓരോന്നും പഠിച്ചു പോവാട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി വരുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. അത് ആ ഒരു പിക്ചറും കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണേ. ആ പിക്ചർ ഇൻ കേസ് ഇപ്പൊ ഈ ഒരു പിക്ചർ ആണ് കാണിക്കുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഇതാണെന്ന് മനസ്സിലാവുന്നോ? 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വിടുന്നത് വരിക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ആദ്യമേ തന്നെ പറയാം. അതിൽ ഇന്നത് നമുക്ക് മാർക്ക് ചെയ്ത് പറയാൻ പറ്റില്ല. ഏതിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അത് ഏത് എക്യുപ്മെന്റിന്റെ വേണമെങ്കിലും ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇന്ന പോർഷൻസ് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ തന്നെയാണ്. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ എക്യുപ്മെന്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഡിഫിബ്രിലേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്? എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്? എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്? പറ, എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നേ? ഫസ്റ്റ് ക്ലാസ് തന്നെയായിട്ട് നല്ല ഉഷാറായിട്ടൊക്കെ ഇരുന്നേ. ഹാർട്ട് റേറ്റ് നോർമൽ ഹാർട്ട് ബീറ്റിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി അല്ലെ, അല്ലെങ്കിൽ നോർമൽ ഹാർട്ട് ബീറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹാർട്ടിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് കൊടുത്തുകൊണ്ട്
നോർമൽ ഹാർട്ട് ബീറ്റിലേക്ക് ആ ഹൃദയത്തെ നോർമൽ ഹാർട്ട് ബീറ്റിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്നതാണ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ചോദിക്കാം, ഏത് ഉപകരണമാണ് that bring back a normal heartbeat by sending an electric pulse shock to the heart എന്ന് ചോദിക്കാം. അപ്പൊ അതിന്റെ ഓപ്ഷൻ ഡിഫിബ്രിലേറ്റേഴ്സ് എന്നത് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത്, ഈ പിക്ചർ തരാം. ഈ പിക്ചർ തന്നിട്ട് ഇത് ഏത് ഉപകരണമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. അപ്പോഴും കിട്ടണം. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് അതിലൂടെ പിക്ചർ വ്യക്തമായിട്ട് എല്ലാത്തിന്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് ഉപകരണമാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പൊ അതിനെ നിങ്ങൾ തന്നെ ഓരോ കോഡ് കണ്ടെത്തി പഠിക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു പിക്ചറിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ആ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മറന്നു പോവില്ല. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും അത് നോക്കാൻ പറ്റുക. അപ്പൊ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സൂചന കിട്ടുന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ആ പിക്ചർ കാണുമ്പോൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളുടെയൊക്കെ ഒരു സ്ട്രക്ചർ ഒക്കെ ഏകദേശം ഇതുമായിട്ടൊക്കെ സിമിലർ ഒക്കെ തന്നെയാണ്. ഒരുപാട് അങ്ങനെ വലിപ്പത്തിൽ അല്ലെങ്കിൽ പോലും വ്യത്യാസങ്ങൾ വലിയ രീതിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ളതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഇനി മൂന്നാമത്തെ ഇവിടെ നിന്ന് ചോദിക്കാവുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് AED എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. ഏതാണ് AED എക്സ്പാൻഡഡ് ഫോം? ഓരോ ഭാഗത്തെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നത് മിസ് പറഞ്ഞു തരുന്നതാണ്. ആ ക്വസ്റ്റ്യൻസ് രീതി ചോദിച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് AED എക്സ്പാൻഡഡ് ഫോം. എന്താ AED എക്സ്പാൻഡഡ് ഫോം? എന്താ AED എക്സ്പാൻഡഡ് ഫോം? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റേഴ്സ് അല്ലെ? അപ്പൊ അത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കോമൺലി പബ്ലിക് സ്പേസുകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഡിഫിബ്രിലേറ്റേഴ്സ് ഏത് ടൈപ്പാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏത് തന്നെയാണ്? ഏത് തന്നെയാണ്? AEDs ആണ് കേട്ടോ. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരിക. മനസ്സിലായോ? അതിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 4 ടൈപ്പ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഈ 4 ടൈപ്പും ഈ 4 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ആൻസർ അറിയാമെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും കിട്ടും കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കണേ. അല്ലാതെ വെറുതെ ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട. ആ ക്വസ്റ്റ്യൻ വരുന്ന രീതിക്ക് അനുസരിച്ച് ആൻസർ പഠിച്ചു വെക്കാം. മനസ്സിലായോ അത്? അപ്പൊ ഈ AEDs എന്തിനു വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക് സ്പേസുകളിൽ കൊടുത്തിരിക്കുന്നേ? പബ്ലിക് സ്പേസുകളിൽ എന്തിനാ കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ പെട്ടെന്ന് ഒരു കാർഡിയാക് അറസ്റ്റ് ഒക്കെ അത്തരത്തിലുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ ഒരു സ്ഥലത്ത് വെച്ച് ആ വ്യക്തിക്ക് വരികയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവൻ നമുക്ക് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പബ്ലിക് സ്പേസുകളിൽ ഈ AEDs പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ അത് ശരിക്കും ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട്, റെഡ് കളർ ബോക്സിലൊക്കെ ആക്കിയിട്ട് ഹാർട്ട് ഷേപ്പ് ഒക്കെ കൊടുത്തിട്ട് ആണ് വെക്കുക. അപ്പൊ അതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അത് ഉപയോഗിക്കാൻ. കാരണം പുതിയതായിട്ട് വരുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അവിടെ ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ, CPR കാര്യങ്ങളോ കൊടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആ വ്യക്തിയെ അറിയുന്ന ആളുകൾ വന്ന് രക്ഷിക്കുമ്പോഴേക്കും ആ ഒരു വ്യക്തി മരിച്ചു പോയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അവിടെയുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഇത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, പ്രവർത്തിപ്പിക്കേണ്ടതെന്നുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടായിരിക്കും ഇതവിടെ സ്ഥാപിച്ചിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഉടനെ അത് അവിടെ യൂസ് ചെയ്യാനും അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു ജീവൻ രക്ഷിക്കാനും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പബ്ലിക് സ്പേസുകളിൽ ഇങ്ങനെ കോമൺ ആയിട്ട് ഇത്തരം ഡിഫിബ്രിലേറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്ലിയറാണോ? ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന മാക്സിമം ഈ 4 ക്വസ്റ്റ്യൻസേ വരുള്ളൂ കേട്ടോ. മാക്സിമം ആണ് പറയുന്നത് ഈ 4 ക്വസ്റ്റ്യൻസേ വരുള്ളൂ. കോമൺ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് AED എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. അതുപോലെ ഡിഫിബ്രിലേറ്റേഴ്സിന്റെ ആ ഒരു ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതുമാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ പിക്ചർ ചോദിക്കാം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വ്യത്യസ്തമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ പോർഷനെ പറ്റിയാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻസിൽ ടൈപ്പിന് വ്യത്യാസം വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മാക്സിമം ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന 4 ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 4 എണ്ണം പഠിച്ചു വെക്കണം കേട്ടോ. ക്ലിയർ ആണോ? വേഗം ഒന്ന് ഡിഫിബ്രിലേറ്റേഴ്സ് വായിച്ചു നോക്കി എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓരോ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് പോണേ.
നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരു 43ഓളം എക്യുപ്മെന്റുകൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൗട്ട് കൺഫ്യൂഷൻ ഒന്നും വരാതിരിക്കണമെങ്കിൽ ആ ഓരോ പോർഷൻസ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി കേട്ടോ. കുറെ ഉപകരണങ്ങൾക്ക് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതില് ചിലതിൽ മാത്രമേ നമുക്ക് പരിചയമില്ലാത്തതുണ്ടാവൂ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ഓക്കെ ആണോ? ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ആണ് തെർമോമീറ്റേഴ്സ്. തെർമോമീറ്റർ അറിയാലോ അല്ലേ? എന്തിനു വേണ്ടിയാണ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെ? ടെമ്പറേച്ചർ മെഷർ ചെയ്യും. ഇപ്പൊ ഫീവർ ആണെങ്കിലും നമ്മൾ ഫീവർ ആണ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യുക അല്ലെ? അപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് തെർമോമീറ്റർ. അത് പലതരത്തിലുള്ള തെർമോമീറ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇവിടെ തെർമോമീറ്ററിന്റെ ഫംഗ്ഷൻ, പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ ഇവിടെ എന്താന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം. ഇൻ കേസ് ഇനി ചോദിക്കുകയാണ് ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഉപകരണം ഇതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തെർമോമീറ്റർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലേ? മറ്റു ഓപ്ഷൻസ് ഒക്കെ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കിട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തെർമോമീറ്റർ. തെർമോമീറ്റർ കാണാത്ത ആരും ഉണ്ടാവില്ല അല്ലെ? ഇപ്പൊ നമ്മൾ കുഞ്ഞിതായപ്പോ മുതലേ നമുക്ക് പനി വരുമ്പോഴോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴോ ഒക്കെ എപ്പോഴും കാണുന്ന സാധനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ മിക്ക വീടുകളിലും ഉണ്ട്. കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ തെർമോമീറ്റേഴ്സ് വാങ്ങി വെക്കാറുണ്ടോ? പെട്ടെന്നൊക്കെ രാത്രിയോ അല്ലെങ്കിൽ നൈറ്റൊക്കെ പനിയൊക്കെ വരുന്ന സമയത്ത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട് അല്ലെ? അപ്പൊ അത്തരത്തില് ഇപ്പൊ നമുക്ക് പല ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് അവൈലബിൾ ആണ്. ശരിയല്ലേ? പലതരത്തിലുള്ള തെർമോമീറ്റേഴ്സ് കണ്ടിട്ടില്ലേ? നിങ്ങൾ ആ ഒരു പിക്ചറിലേക്ക് തന്നെ നോക്കിയേ. ഇപ്പൊ ഇത്തരത്തിലുള്ള ഈ 3 ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫസ്റ്റ് വൺ നമ്മുടെ കോവിഡ് സമയത്ത് നമ്മുടെ ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്തിരുന്നത് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളത് തന്നെ. ഇപ്പൊ കൂടുതലും ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള തെർമോമീറ്റേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ മെർക്കുറി തെർമോമീറ്റേഴ്സ് ഉണ്ട്. അതുപോലെ മറ്റ് പല ഏരിയയിലും ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി പല ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇതില് നമ്മളൊരു 4 ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പൊ ആ 4 എണ്ണവും എന്താണെന്നും അതിന്റെ ഫങ്ഷൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഈ തെർമോമീറ്റർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞിരുന്നു. ഈ ഭാഗത്തു നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്ന് ചോദിക്കാം. അത് തെർമോമീറ്റർ ആണെന്നുള്ളത് മനസ്സിലാക്കണം. അതിന്റെ ആൻസർ കിട്ടുമല്ലോ? അത് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് എന്ന് ചോദിക്കാം. അപ്പൊ അത് ആ 4 ഓപ്ഷൻസ് പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ നമുക്ക് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാന്ന് നോക്കിയേ? ഡിജിറ്റൽ തെർമോമീറ്റർ, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, ഫോർഹെഡ് തെർമോമീറ്റർ, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ്. ഈ 4 എണ്ണവും ഈ തെർമോമീറ്റേഴ്സിൽ ഉൾപ്പെടുന്ന ഡിഫറെന്റ് ടൈപ്സ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കാം. അപ്പോ ഈ 4 എണ്ണത്തിൽ താഴെ പറയുന്നവർ ഏതൊക്കെയാണ്? തെർമോമീറ്റേഴ്സിലെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഉൾപ്പെടുമെന്ന് അറിയാലോ ഇല്ലേ? വൺ ഓഫ് ദ എബോവ് എന്നുള്ള രീതിയിലുള്ള ആൻസർ ചൂസ് ചെയ്യാലോ. അല്ല എങ്കിൽ മറ്റു ഓപ്ഷനുകളാണെങ്കിൽ ഏതാണ് തെർമോമീറ്ററിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ആ ഒരു ആൻസർ മാത്രം ഉള്ളെങ്കിൽ അത് ചൂസ് ചെയ്യാനും പറ്റൂലേ? ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട്. ഇപ്പൊ നമ്മുടെ മിക്ക തെർമോമീറ്റേഴ്സും ഡിജിറ്റൽ തെർമോമീറ്ററുകളാണ് അല്ലെ? ഇപ്പൊ പണ്ടത്തെ മെർക്കുറി തെർമോമീറ്റേഴ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ എല്ലായിടത്തും ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള തെർമോമീറ്റേഴ്സ് അല്ലേ യൂസ് ചെയ്യുന്നത്? ആണോ? നമ്മുടെ കയ്യിലൊക്കെ ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് അല്ലേ ഇരിക്കുന്നത്, വീട്ടിലൊക്കെ ഉള്ളതൊക്കെ? അതെ അല്ലെ? അപ്പൊ ഇറ്റ് ഗിവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട് അല്ലെ? വളരെ പെട്ടെന്നും അതുപോലെ തന്നെ വളരെ കൃത്യതയുള്ള റിസൾട്ടും ഈ ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ഉപയോഗിച്ച് കിട്ടുന്നത്. ഇനി രണ്ടാമത്തത് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. അപ്പൊ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്ററിൽ ടിംപാനിക് ഇയർ എന്നാണ് കേട്ടോ അവിടെ. ഇയർ തെർമോമീറ്റേഴ്സ് measure the temperature inside the ear canal by way of infrared ray technology. ഒരു ഇൻഫ്രാറെഡ് റേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്
നമ്മുടെ ചെവിയുടെ ഉള്ളിലെ കനാലിനുള്ളിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ആണ് ടിംപാനിക് ഓർ ഇയർ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഉപകരണം തന്നെയാണ്. അപ്പൊ അത് നമുക്കിപ്പോ കുട്ടികളൊക്കെ ആണെങ്കിൽ ചെവി വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്ന സമയത്ത് നമുക്ക് ആ ചെവിയുടെ ഉള്ളിലെ കനാലിനുള്ളിലുള്ള ടെമ്പറേച്ചർ എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇൻഫ്രാറെഡ് റേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇയർ കനാൽ, അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്താൽ മതി, ഇയർ കനാലിനുള്ളിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ അല്ലെങ്കിൽ ടിംപാനിക് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ മനസ്സിലായോ? Then third one, forehead thermometer. Forehead എവിടെയാ forehead എന്ന് പറയുന്നത്? forehead എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാ പറയാ? ഏത് ഭാഗമാണ് നമ്മുടെ തലയുടെ ഏത് ഭാഗത്തെ നമ്മള് നെറ്റി അല്ലെ? അപ്പൊ ആ ഒരു നെറ്റിയുടെ ടെമ്പറേച്ചർ ഫോർഹെഡ് തെർമോമീറ്റർ എന്തായിരിക്കും? നമ്മുടെ ആ ഫോർഹെഡ് തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ യൂട്ടിലൈസ് ഇൻഫ്രാറെഡ് സെൻസേഴ്സ്. ഇവിടെയും ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നെറ്റിയിലെ ആ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോർഹെഡ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. ഇത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെ? ഇല്ലേ? കുഞ്ഞിതായിരുന്നപ്പോ പനിയൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് അല്ലെ? ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് കണ്ടിട്ടില്ലേ? അപ്പൊ മെർക്കുറി തെർമോമീറ്റേഴ്സ് give precise temperature reading and can be used orally, rectally or under the arm. മെർക്കുറി തെർമോമീറ്റേഴ്സിലും വളരെ പ്രിസൈസ് ആയിട്ടുള്ള കൃത്യതയുള്ള ടെമ്പറേച്ചർ റീഡിങ്സ് നമുക്ക് കിട്ടും. അത് നമുക്ക് ഓറലി വേണമെങ്കിൽ നമ്മുടെ വായുടെ ഉള്ളിൽ വെച്ച് ടെമ്പറേച്ചർ മെഷർ ചെയ്യാറില്ലേ? ഇല്ലേ? വായുടെ ഉള്ളിൽ വെച്ചിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യാറില്ലേ? അതുപോലെ തന്നെ റെക്ടലി, എന്താ, മലദ്വാരത്തിന്റെ അവിടെ വെച്ചിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ അണ്ടർ ദ ആം, നമ്മുടെ കക്ഷത്തിനിടയിൽ വെച്ചിട്ട് അവിടെയും അടിയിൽ വെച്ചിട്ട് അവിടെയും വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഈ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോ 4 ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് നമ്മൾ പഠിച്ചു. തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്. അതിൽ 4 ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് നമ്മൾ പഠിച്ചു. ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകാൻ സഹായിക്കുന്ന തെർമോമീറ്റേഴ്സ് ആണ് ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഇയറുമായിട്ട് കണക്ട് ചെയ്യുക, എന്താ, ഇൻഫ്രാറെഡ് റേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇയറിന്റെ കനാലിനുള്ളിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ അല്ലെങ്കിൽ ടിംപാനിക് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഫോർഹെഡ് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർഹെഡിൽ ഇവിടെയും ഇൻഫ്രാറെഡ് സെൻസേഴ്സ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോർഹെഡിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോർഹെഡ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഫോർത്ത് വൺ എന്താ, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് ആണ്. ഇതും വളരെ മെർക്കുറി തെർമോമീറ്റേഴ്സ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ റീഡിങ്സ് തന്നെയാണ് നമുക്ക് തരുന്നത്. അത് നമുക്ക് ഓറലി യൂസ് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ്ലി മലദ്വാരത്തിന്റെ അവിടെ വെച്ച് നമുക്ക് അത് ഉപയോഗിക്കാം. ആൻഡ് അണ്ടർ ദ ആം, നമ്മുടെ കക്ഷത്തിനിടയിൽ വെച്ചിട്ടും നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യാവുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. തെർമോമീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, അതിന്റെ 4 ടൈപ്പ് ഏതൊക്കെയാണ്, അതിലെ പ്രധാനപ്പെട്ട അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി.
നെക്സ്റ്റ് വൺ ആണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്. ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് കണ്ടിട്ടുണ്ടോ? പിക്ചേഴ്സ് നോക്കണം കേട്ടോ. അപ്പൊ പിക്ചർ ചോദിച്ചിട്ട് ഇത് എന്ത് ഉപകരണമാണെന്ന് ചോദിച്ചാൽ അത് തെർമോമീറ്റർ ആണ്, അല്ലെങ്കിൽ ഇത് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് ആണ് എന്ന് മനസ്സിലാവണേ. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കണ്ടിട്ടുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന ഈ ഒരു ഉപകരണം കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഈ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്, അല്ലെങ്കിൽ ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്ന് വിളിക്കാം, ബ്ലഡ് പ്രഷർ ഗേജ് എന്ന് വിളിക്കാം, ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നാലാമത്തെ ഒരു പേരാണ് സ്വിഗ്മോ മാനോമീറ്റർ. അത് കേട്ടിട്ടുണ്ടോ? അതെല്ലാവരും കേൾക്കാൻ ചിലപ്പോ വഴിയില്ല. സ്വിഗ്മോ മാനോമീറ്റർ ആ പേര് കേട്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പോ ഓപ്ഷനില് ഇതിൽ 4 ഓപ്ഷനും വേണമെങ്കിൽ ആൻസർ ആയിട്ട് 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും വരും. അപ്പൊ അത് ഇന്ന തന്നെയാണ് എന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പൊ പുതിയ പുതിയ പേരുകളൊക്കെ ആണ്, പരിചയമില്ലാത്തതൊക്കെ ആണെങ്കിൽ അത് ഇന്നതുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്തേനെ. ഇപ്പൊ ചിലർക്ക് പരിചയമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, അത് ഫെമിലിയർ അല്ലാത്ത ടേംസ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്ന് ചോദിച്ചാലും, ബ്ലഡ് പ്രഷർ ഗേജ് എന്ന് ചോദിച്ചാലും, ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്ന് ചോദിച്ചാലും, സ്വിഗ്മോ മാനോമീറ്റർ എന്ന് ചോദിച്ചാലും ഈ ഒരു സെയിം ഉപകരണത്തെ തന്നെ പറയുന്നതാണ്, അല്ലെങ്കിൽ പരാമർശിക്കുന്നതാണ്. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാ? ഈ ഉപകരണം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നത്? അപ്പൊ എഴുതുന്നതെന്ന് അറിയാലോ. ബ്ലഡ് പ്രഷർ പരിശോധിക്കുന്നതിന് വേണ്ടി അല്ലെ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കണ്ടെത്തുന്നതിന് വേണ്ടി, അളക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഒരു വ്യക്തി വന്നാൽ അവരുടെ ബോഡിയിലെ ബ്ലഡ് പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം അല്ലേ? ആണോ? അപ്പൊ ബ്ലഡ് പ്രഷർ ഹൈ ആണോ, ലോ ആണോ, നോർമൽ ആണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ഉപകരണം ഉപയോഗിച്ചാൽ മനസ്സിലാവും അല്ലെ. ഹൈ ആണെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയാ? ഹൈപ്പോ ആണോ, ഹൈപ്പർ ആണോ? ബി പി കൂടുതലാണെങ്കിൽ എന്താ പറയാ നമ്മൾ അതിനെ? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും അല്ലെ. ഹൈപ്പർ ആണെന്ന് പറയും അല്ലെ. ഹൈപ്പോ എന്ന് പറയുമ്പോ എന്താ? കുറഞ്ഞു പോകുന്ന അവസ്ഥ, നോർമൽ റേഞ്ചിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഈ ഒരു ഉപകരണം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഇനി ഈ ഒരു ഉപകരണത്തിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഉപകരണത്തിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? ഫസ്റ്റ് തന്നെ എന്താ അവര് ചെയ്യാം? ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മള് ബി പി ചെക്ക് ചെയ്യാനിരിക്കുകയാണ്. ചെക്ക് ചെയ്യാനിരിക്കുമ്പോ ആദ്യം തന്നെ അവർ എന്താ ചെയ്യാ? ആ ഉപകരണം നമ്മുടെ സൈഡിൽ കൊണ്ടുവന്ന് വെക്കും അല്ലെ. ഡോക്ടർ ആണെങ്കിൽ അത് അവരുടെ ടേബിൾ എടുത്ത് വെക്കും. വെച്ചതിന് ശേഷം നമ്മുടെ കൈ ചോദിക്കും അല്ലെ. നമ്മുടെ കയ്യില് ഒരു സാധനം എന്ത് ചെയ്യും? ഒരു പഫ് പോലത്തെ സാധനം, ഒരു സ്റ്റിക്ക് പോലത്തെ ഉള്ള ഒരു സ്റ്റിക്കർ ഉള്ള ഒരു ഷീറ്റ് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും? കിട്ടോ? ചുറ്റി കിട്ടൂലേ? സ്റ്റിക്ക് ചെയ്ത് വെക്കില്ലേ? വെക്കും. അത് എന്താണ്? ആ ഒരു ഭാഗം എന്ത് ചെയ്യും? വീർക്കും ഇല്ലേ? നമ്മുടെ കൈ ഇങ്ങനെ ടൈറ്റായി വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? ആ ഭാഗം എന്ത് ചെയ്യും? ഊതി വീർപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതാണ് ഇൻഫ്ലേറ്റബിൾ കഫ് എന്ന് പറയുന്ന ഭാഗം. ഇനി ഇത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാവും. യൂണിറ്റ് ഉണ്ടല്ലോ. ആ ഒരു റീഡിങ് കയറി പോകുന്നത് മുകളിലേക്ക് വന്ന് ലാസ്റ്റ് അത് നോർമൽ ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഷറിംഗ് യൂണിറ്റ് ഇല്ലേ? ഉണ്ടോ അതില്? ഉണ്ട്. ഇനി ഈ ഒരു നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ആ ഒരു കഫ് വെറുതെ അങ്ങോട്ട് വീർക്കൂലല്ലോ. വീർക്കോ? വീർക്കുന്നതിന് വേണ്ടി ഒരു മെക്കാനിസം ഇല്ലേ? ഉണ്ടോ? നമുക്ക് കൈകൊണ്ട് പ്രസ് ചെയ്ത് മാനുവലി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഭാഗം കൂടി ഇല്ലേ അതിന്? അല്ലേ? അപ്പൊ അത് അങ്ങനെ പ്രസ് ചെയ്യുന്ന ആ മാനുവലി അവർ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചല്ലേ നമ്മുടെ കയ്യിൽ ആ ഒരു വീർപ്പും ആ ഒരു വീർത്ത് വരുന്നതും ആ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നതും അല്ലെ. അപ്പോ ഈ 3 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെങ്കിൽ ഒരു സ്വിഗ്മോ മാനോമീറ്റർ ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഒരു സ്വിഗ്മോ മാനോമീറ്റർ അല്ലെങ്കിൽ ഒരു ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കാം.
അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു പിക്ചർ കാണിച്ചിട്ട് ഇത് ഏത് ഉപകരണമാണ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്നുള്ള പേര് അധികം കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരുത്താൻ വേണ്ടിയിട്ടാട്ടോ. കാരണം ഈ ഒരു ഉപകരണം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഉപകരണം അല്ലെ. ബ്ലഡ് പ്രഷർ നോക്കാൻ വേണ്ടി ഉപകരണമാണ് നമുക്ക് അറിയാം. പക്ഷെ ആ ഒരു ഓപ്ഷനിൽ അപ്പൊ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഗേജ് ആണ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ ആണ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്ന് എഴുതാൻ പറ്റൂലേ? അവിടെ തെറ്റ് വരാനുള്ള സാധ്യത യാതൊരു കാരണവശാലും ഇല്ല. പക്ഷെ സ്വിഗ്മോ നാനോമീറ്റർ എന്നൊരു ഓപ്ഷൻ ആണെങ്കിൽ അതിൽ കുറെ പേര് തെറ്റും ഇല്ലേ? തെറ്റുവോ? അത് വ്യക്തമായിട്ട് ആ പേര് പഠിക്കാത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ ഈ ഓപ്ഷൻ കാണുമ്പോൾ അത് വേറെ ഏതോ ഉപകരണമാണെന്ന് വെച്ചിട്ട് ആൻസർ ചെയ്യില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും തെറ്റായ ആൻസർ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലും അങ്ങനെയുള്ള ഓപ്ഷനുകളിൽ കണ്ടിരിക്കുന്നത് ആ സ്വിഗ്മോ നാനോമീറ്റർ എന്ന് പറയുന്ന പേരാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കണേ, മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ ഈ ഒരു ഉപകരണം ഏതാണെന്ന് പിക്ചർ തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു ഉപകരണമാണെന്ന് മനസ്സിലാക്കണം. അതിൽ എന്തൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഈ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് വരിക. ഓക്കെ ആണോ? പിന്നെ നമുക്കൊന്നുകൂടി വായിക്കാം അത്. blood pressure apparatus, blood pressure gauge or blood pressure monitor is an equipment that is used to measure blood pressure. അവിടെ നോസ് പ്രഷർ അല്ല, അവിടെ ബ്ലഡ് പ്രഷർ ആണ്. നമ്മുടെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഉപകരണമാണ് ബ്ലഡ് പ്രഷർ മോണിറ്റർ, ബ്ലഡ് പ്രഷർ ഗേജ്, ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്, അല്ലെങ്കിൽ അടുത്ത പേര് ഏതാ? ആ പേരൊന്ന് പഠിച്ചു പോയേ, സ്വിഗ്മോ നാനോമീറ്റർ കേട്ടോ. സ്വിഗ്മോ നാനോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം. And includes an inflatable cuff, a measuring unit and a mechanism for inflation which can be handled manually. ഇതില് ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. നോക്കിയേ, ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ടല്ലോ, ഉണ്ടോ? ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്, ഒരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട്. എന്താ? നമുക്ക് ഊതി വീർപ്പിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് വീർപ്പിക്കാവുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ ആ ഇൻഫ്ലേഷൻ മെക്കാനിസവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ വീർപ്പിക്കാൻ പറ്റും? വിച്ച് ക്യാൻ ബി ഹാൻഡിൽഡ് മാനുവലി. നമുക്ക് കൈകൊണ്ട് തന്നെ കൈകാര്യം ചെയ്ത് അത് വീർപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. an inflatable cuff, a measuring unit and a mechanism for inflation. കേട്ടോ, ആ 3 എണ്ണം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ പേര് സ്വിഗ്മോ മാനോമീറ്റർ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാ? ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്, ബ്ലഡ് പ്രഷർ ഗേജ്, ബ്ലഡ് പ്രഷർ മോണിറ്റർ അല്ലെങ്കിൽ സ്വിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ അല്ലേ? തേർഡ് നോക്കിയല്ലേ? ഓക്കെ. ഫോർത്ത് എക്യുപ്മെന്റ് ആണ് ലാരിംഗോസ്കോപ്പ്. ഇത് നിങ്ങള് ചാപ്റ്റേഴ്സിൽ കേട്ടിട്ടുണ്ടാവും അതിന്റെ പേര് അല്ലേ? കേട്ടിട്ടില്ലേ? ലാരിംഗോസ്കോപ്പ്. ഓക്കെ, എന്താണ് ഈ ലാരിംഗോസ്കോപ്പിന്റെ അപ്പൊ ഈ ഒരു എക്യുപ്മെന്റിന്റെ ഉപയോഗം എന്താ? അപ്പൊ അതിന്റെ പിക്ചർ കണ്ടോ? പിക്ചർ കണ്ടോ? ഈ ഒരു പിക്ചർ കാണുമ്പോൾ അത് ഇന്ന ഉപകരണമാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ലാരിംഗോസ്കോപ്പിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ലാരിംഗോസ്കോപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്? എന്തിനു വേണ്ടിയായിരിക്കും? ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം.
ലാരിങ്സ് എന്ന് പറയുന്ന ഏത് ഭാഗമാണ്? ലാരിങ്സ് എന്തിന്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണ്? എന്തുമായി ബന്ധപ്പെട്ട ഭാഗമാണ്? നമ്മുടെ ത്രോട്ടുമായി ബന്ധപ്പെട്ട അല്ലെ, നമ്മുടെ തൊണ്ടയുമായി ബന്ധപ്പെട്ട ലാരിങ്സിനെ എന്താ വിളിക്കുന്നത്? നമ്മുടെ ശ്വാസനാളം അല്ലെ, വോയിസ് ബോക്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ത്രോട്ടിന്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ലാരിങ്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളം അല്ലെങ്കിൽ ആ ഒരു വോയിസ് ബോക്സിന് ആ ഒരു ഭാഗത്തെ വ്യൂ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. അത് മനസ്സിലായോ? ഇനി ഈ ഉപകരണം ജസ്റ്റ് നമുക്ക് വെറുതെ ഉപയോഗിക്കാമല്ലോ, അതിന് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു മെഡിക്കൽ അപ്രോച്ചിനെയാണ് പറയുന്നത്. ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഈ ലാരിങ്സിനെ നിരീക്ഷിക്കുന്ന ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ലാരിംഗോസ്കോപ്പി. മനസ്സിലായോ? ആ ഉപകരണത്തെ മാത്രം നമ്മൾ പറയുന്ന പേരാണ് ലാരിംഗോസ്കോപ്പ്. ആ ഒരു പേര് മാറിപ്പോരുത് കേട്ടോ. അത് ഇനി വരുമ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത്. ഉപകരണത്തെ വിളിക്കുന്ന പേരാണ് ലാരിംഗോസ്കോപ്പ്. ആ പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ലാരിംഗോസ്കോപ്പി. മനസ്സിലായോ? ആ ഉപകരണം മാത്രം വെച്ചതുകൊണ്ടല്ല, ആ ഉപകരണം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോ ലാരിങ്സിനെ വ്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? ലാരിംഗോസ്കോപ്പ് ആണ്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഉപകരണവും, സ്കോപ്പി എന്ന് പറയുമ്പോൾ അത് ആ പ്രൊസീജിയറിനെയും സൂചിപ്പിക്കുന്നു. ക്ലിയർ ആയോ? അപ്പോ ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്, അപ്പൊ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാലോ. ലാരിങ്സ് എന്നുള്ള ആ പേര് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ആ ഒരു പിക്ചർ നോക്കാം. ആ പിക്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ കൊടുക്കാം. അതുപോലെ തന്നെ ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം അല്ലെങ്കിൽ എന്തുപകരണമാണ്? That is to observe the larynx, a part of the throat. നമ്മുടെ തൊണ്ടയുടെ ഭാഗമായിട്ടുള്ള ശ്വാസനാളത്തെ അല്ലെങ്കിൽ ലാരിങ്സിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏതാ? ലാരിംഗോസ്കോപ്പ് എന്നാണ്. ഇനി അടുത്തത് നോക്കിയേ. ലാരിംഗോസ്കോപ്പി is a medical approach that is used to get a view of the larynx. നമ്മുടെ ലാരിങ്സിന്റെ വ്യൂ അല്ലെങ്കിൽ ചിത്രം അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലാരിംഗോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ അപ്രോച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലാരിംഗോസ്കോപ്പി സാധാരണ നമ്മുടെ തൊണ്ടയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും? ചിലപ്പോൾ നമുക്ക് സ്വല ചെയ്യാനുണ്ട് അല്ലെ, ഇറക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും ഇല്ലേ, ഉണ്ടാവാറില്ലേ? ചില ആളുകൾക്ക് ഭക്ഷണം ഇറക്കി പോവാനായിട്ട് ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ ഫോറിൻ ഒബ്ജക്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കാണാതെ എന്താണെന്ന് നോക്കാൻ വേണ്ടി നിരീക്ഷിക്കാൻ വേണ്ടി പ്രൊസീജിയർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ചിലപ്പോൾ ഭയങ്കര ക്രോണിക് ആയിട്ടുള്ള ചുമ, അത് നിൽക്കാത്ത ഭയങ്കര ക്രോണിക് ആയിട്ടുള്ള കഫിങ് അല്ലെങ്കിൽ ചുമയോ കാര്യങ്ങളോ വരുന്ന ആളുകൾക്ക്, തൊണ്ടവേദന മാറാത്ത തൊണ്ടവേദന ത്രോട്ട് പെയിനുമായിട്ട് വരുന്ന ആളുകള്, സ്വലൈമിന് ബുദ്ധിമുട്ട്, ഭക്ഷണം ഇറക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവര്, ഫോറിൻ ഒബ്ജക്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് എന്തെങ്കിലും ഇരിക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന ആളുകള്, അതുപോലെ എന്തെങ്കിലും ട്യൂമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. അപ്പൊ അങ്ങനെ നമ്മുടെ തൊണ്ടയിലെയും അതിന്റെ കീഴിലുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയർ. അതിലൂടെ നമ്മൾ ആ ഒരു ഭാഗത്തെ വ്യക്തമായിട്ട് അതിനനുസരിച്ചുള്ള ലെൻസും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഈ ഒരു എക്യുപ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് അത് കൃത്യമായിട്ട് വ്യൂ ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ചിലപ്പോ ചെറിയ രീതിയിലുള്ള പ്രൊസീജിയർ ആണെങ്കിൽ ഇപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് ലാരിംഗോസ്കോപ്പി ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയ ഉപകരണമായിരിക്കും, നമുക്ക് മിറേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് ലാരിങ്സിനെ വ്യൂ ചെയ്യാനും കാര്യങ്ങളും പറ്റും.
അതേസമയം കുറച്ചും കൂടി വലിയ രീതിയിലുള്ള ഒരു പ്രൊസീജിയർ ആയിട്ടാണ്, കുറച്ചും കൂടി മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണെങ്കിൽ അത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ അനസ്തേഷ്യയുടെ കാര്യങ്ങളിലേക്ക് സഹായത്തോടു കൂടി ചെയ്യാറുണ്ട്. അപ്പൊ അത് പല ടൈപ്പ് ഓഫ് ഉണ്ട്, പല ടൈപ്പ് രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതൊന്നും നിങ്ങൾ അറിയണമെന്നില്ല, ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ലാരിംഗോസ്കോപ്പ് എന്താണ്, ലാരിംഗോസ്കോപ്പി എന്താണ്, ആ ഉപകരണത്തിന്റെ പിക്ചർ തന്നാൽ അത് ലാരിംഗോസ്കോപ്പ് ആണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ലാരിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാരിങ്സ് നമ്മുടെ തൊണ്ടയുടെ ഭാഗമായിട്ടുള്ള ലാരിങ്സിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാരിംഗോസ്കോപ്പ്. അതുപോലെ തന്നെ ലാരിംഗോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇസ് എ മെഡിക്കൽ അപ്രോച്ച് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് എ വ്യൂ ഓഫ് ദ ലാരിങ്സ്. നമ്മുടെ ലാരിങ്സിന്റെ ചിത്രമെടുക്കാൻ അല്ലെങ്കിൽ അതിനെ കുറിച്ച് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലാരിംഗോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന മെഡിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊസീജിയറിനെയാണ് ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ അതൊന്ന് വേഗം വായിച്ചു നോക്കി എന്നിട്ട് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. നെക്സ്റ്റ് അടുത്ത എക്യുപ്മെന്റ് ആണ് ഓക്സിജൻ മാസ്ക്. ഓക്സിജൻ മാസ്ക് കണ്ടിട്ടില്ലേ? ഓക്സിജൻ മാസ്ക് കണ്ടിട്ടില്ലേ? ഉണ്ട്. എന്തിനു വേണ്ടിയാ ഓക്സിജൻ മാസ്ക് യൂസ് ചെയ്യുന്നേ? എന്തിനു വേണ്ടിയാ നമ്മൾ ഓക്സിജൻ മാസ്ക് യൂസ് ചെയ്യുന്നേ? ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള ആളുകളാണ് നമ്മൾ ഓക്സിജൻ മാസ്കുകൾ യൂസ് ചെയ്യുന്നത്. അതായത് നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഓക്സിജൻസുമായി ബന്ധപ്പെട്ട ഓക്സിജൻ മാസ്ക് ആക്കിയത് എന്നറിയാലോ അല്ലെ? അപ്പൊ നമ്മുടെ ഓക്സിജൻ ടാങ്കുകൾ, ഓക്സിജൻ ഗ്യാസ്, ബ്രീത്തിങ് ഓക്സിജൻ ഗ്യാസുകൾ നിറച്ച ഓക്സിജൻ ടാങ്കുകൾ, സ്റ്റോറേജ് ടാങ്കുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മുടെ പേഷ്യൻസിന് ലങ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രീത്തിങ് ഓക്സിജൻ ക്യാരി ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിജൻ മാസ്കുകൾ യൂസ് ചെയ്യുന്നത്. പല ടൈപ്പ് ഓഫ് ഓക്സിജൻ മാസ്കുകൾ കണ്ടിട്ടില്ലേ? ഒരേ ടൈപ്പ് അല്ല, പല വിധത്തിലുള്ളത് കണ്ടിട്ടില്ലേ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടില്ലേ? പല ടൈപ്പ് ഓഫ് ഓക്സിജൻ മാസ്കുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അത് ചിലവ നോസും മൗത്തും മാത്രം കവർ ചെയ്യുന്ന, അതാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവാം അല്ലെ? നോസും മൗത്തും മാത്രം കവർ ചെയ്യുന്നതല്ലേ കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ലേ? ഇത്രയും ഭാഗം മാത്രം കവർ ചെയ്യുന്നതല്ലേ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതല്ലാതെ ഹോൾ ഫേസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഓക്സിജൻ മാസ്കുകളും ഉണ്ട് കേട്ടോ. അപ്പൊ അത് പല ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ അനുസരിച്ചാണ് അവർക്ക് യൂസ് ചെയ്യാം. കൂടുതലും നമ്മള് ഫേസും നോസും ഒക്കെ മാത്രം കവർ ചെയ്യുന്ന രീതിയിലുള്ളതാണ് സാധാരണ നമ്മൾ കാണാറ് യൂസ് ചെയ്യാറ്. അപ്പൊ അത് അല്ലാതെ തന്നെ ഹോൾ ഫേസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഓക്സിജൻ മാസ്കുകളും ഉണ്ട്. Then they may be made of പ്ലാസ്റ്റിക് യൂസ് ചെയ്തുണ്ടാക്കിയവയുണ്ട്, സിലിക്കൺ യൂസ് ചെയ്യുന്നവയുണ്ട്, അല്ലെങ്കിൽ റബ്ബർ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയവയും അവൈലബിൾ ആണ്. അപ്പൊ ഓക്സിജൻ മാസ്ക് എന്ന് പറഞ്ഞാൽ an oxygen mask offers a method to carry breathing oxygen gas from a storage tank to the lungs. അപ്പൊ ലങ്സിലേക്ക് ഇപ്പൊ ആ പേഷ്യന്റിന്റെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ മാസ്ക് ഘടിപ്പിച്ച് അത് എന്തിലേക്ക് കണക്ട് ചെയ്യുന്നു? ആ ബ്രീത്തിങ് ഓക്സിജൻ ഗ്യാസ് നിറച്ചിട്ടുള്ള സ്റ്റോറേജ് ടാങ്കുമായിട്ട് കണക്ട് ചെയ്ത് കൃത്യമായ അളവില് ആ ബ്രീത്തിങ് ഓക്സിജൻ അവരുടെ ലങ്സിലേക്ക് എത്തിക്കാനായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിനും അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവർ ലങ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റോ? സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ? സിംഗിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഓക്സിജൻ മാസ്ക് വെറുതെ മുഖത്ത് വെച്ചത് കൊണ്ട് ഒരു കാര്യമില്ല അല്ലെ? അത് ഈ സ്റ്റോറേജ് ടാങ്കുമായിട്ട് മറ്റ് പൈപ്പും കാര്യങ്ങളുടെയും സഹായത്തോടു കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു എഫക്റ്റീവ്നെസ് ഉണ്ടാവുന്നത്. ശരിയല്ലേ? വെറുതെ കുട്ടികളൊക്കെ വെച്ചെടുക്കുന്നത് നടക്കുന്നത് പോലെ ഓക്സിജൻ മാസ്ക് വെറുതെ മുഖത്ത് വെച്ചിട്ട് ഒരു വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല അല്ലെ? അതേസമയം അത് മറ്റുള്ളവയുമായിട്ട് കണക്റ്റഡ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു യൂസ്ഫുൾനെസ് കിട്ടുന്നത്. Then oxygen mask may plug only the nose and mouth. അപ്പൊ നമ്മുടെ നോസും മൗത്തും മാത്രം കവർ ചെയ്തിട്ടുള്ള രീതിയിലുള്ളവയുണ്ട്. Or the whole face, മൊത്തത്തിലുള്ള ഫേസിനെ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ളവയുണ്ട്. They may be made of plastic,
സിലിക്കൺ ഓർ റബ്ബർ. ഇത് നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിച്ചോ സിലിക്കൺ ഉപയോഗിച്ചോ റബ്ബർ ഉപയോഗിച്ചോ നിർമ്മിച്ചിട്ടുള്ളവ ലഭ്യവുമാണ്. പേരാണോ ഓക്സിജൻ മാസ്ക്? ഓക്സിജൻ മാസ്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട്. അവ 2 ടൈപ്പിലുണ്ടെന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പൊ ഓക്സിജൻ മാസ്ക് റാപ്പായിട്ട് നോസിനെയും മൗത്തിനെയും കവർ ചെയ്യുന്നുള്ളതുകൊണ്ട് ഹോൾ ഫേസിനെയും കവർ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക്കോ സിലിക്കണോ റബ്ബറോ ഉപയോഗിച്ച് നിർമ്മിച്ചവ നമുക്ക് ലഭ്യവുമാണ്. വീണ്ടും ഒന്ന് വായിച്ചു നോക്കി ഓക്സിജൻ മാസ്ക്. ഇതിന്റെയൊക്കെ പിക്ചർ നിങ്ങൾ മറന്നു പോകില്ല. അപ്പൊ ഇതുപോലെ ലാരിംഗോസ്കോപ്പ് പോലെയുള്ള പരിചയമില്ലാത്ത എക്യുപ്മെന്റുകളെ ആണ് കൂടുതലും മറക്കുക. ഇതിപ്പോ ഓക്സിജൻ മാസ്ക് പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ലേ? നെക്സ്റ്റിലേക്ക് പോവാലോ. നെക്സ്റ്റ് 6th എക്യുപ്മെന്റ് ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഓർ ECG. ECG മെഷീൻ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ ECG മെഷീൻ? കണ്ടിട്ടില്ലേ? അപ്പൊ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG. അപ്പൊ അവിടെ നിന്ന് തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. ECGയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ECGയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഹെഡിങ് ആണെന്ന് വിചാരിച്ച് മാറ്റരുത് അല്ലെങ്കിൽ നോക്കാതിരിക്കരുത്. ECGയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. ദെൻ അപ്പൊ ഈ ഒരു ഉപകരണം എന്തിനു വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ECG അല്ലെങ്കിൽ ഈ ഒരു ഉപകരണം എന്ത് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ എന്ത് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മള്? ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നേ നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെ? നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ അത് കൃത്യമായ ഹൃദയത്തിലാണോ അല്ലെ? ഹാർട്ട് ബീറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ? ഇതൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഇപ്പൊ ഒരു അറ്റ്ലീസ്റ്റ് ഒരു നെഞ്ചുവേദന വന്ന ഒരു ചെസ്റ്റ് പെയിൻ വന്നിട്ട് നമ്മൾ പോവാണെങ്കിൽ ആദ്യം ചെയ്യുന്ന പ്രൊസീജിയർ ആണ് അല്ലെ ECG എന്ന് പറയുന്നത് അല്ലെ? ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെയിൻ ഫ്രീ ആണ് അല്ലെ? വേദനരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ പെയിൻലെസ് ആണ്. ഒരുപാട് വേദനയും കാര്യങ്ങളും ടെസ്റ്റിന് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നോൺ ഇൻവേസീവ് ആണ്. മുറിവുകൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. മുറിവുകളൊന്നും ഉണ്ടാക്കാത്ത നോൺ ഇൻവേസീവ് ആണ്. അതുപോലെ തന്നെ പെയിൻലെസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റുന്നത് കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം നമ്മുടെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് സിംപ്ലസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സിംപ്ലസ്റ്റ് ആൻഡ് ക്വിക്ക് ആയിട്ടുള്ള ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ആണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ആണ് ECG എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നുണ്ട്. ഒരു കൃത്യമായിട്ടുള്ള ടൈം പീരീഡിനുള്ളിൽ കേട്ടോ. അപ്പൊ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണേ. എപ്പോഴും ഒരു ECG എടുക്കുമ്പോൾ നമ്മളൊരു കൃത്യമായ ടൈം പീരീഡിനുള്ളിലുള്ള അവരുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് മെഷർ ചെയ്യുന്നു. മനസ്സിലായോ? ഇപ്പൊ ഇത്ര സമയം മുതൽ ഇത്ര സമയത്തിനുള്ളിൽ അവരുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇങ്ങനെയായിരുന്നു എന്നാണ് നമുക്ക് ആ ഒരു റിസൾട്ടിൽ കിട്ടുക. ഒരു പർട്ടിക്കുലർ ഒരു ഹാർട്ടിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ടൈം പീരീഡിനുള്ളിലുള്ള അവരുടെ ഹാർട്ടിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു റിസൾട്ടിലൂടെ മനസ്സിലാക്കാൻ പറ്റും. റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ECGയുടെ റിസൾട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല? ഒരു വേവ് രൂപത്തിലായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വേവ് രൂപത്തിലായിരിക്കും. കണ്ടിട്ടുണ്ടോ? അപ്പൊ അതിൽ നമ്മുടെ ആ ഒരു ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് മനസ്സിലാക്കും. ഡോക്ടേഴ്സിന് അത് മനസ്സിലാവും അത് എങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യും. കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ചെസ്റ്റിന്റെ ഭാഗത്തും കൈയുടെ ഭാഗത്തും ഒക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ ECG എടുക്കുക. എന്താണ്? ഇലക്ട്രോഡ്സ്
പ്ലേസ് ചെയ്ത് നമ്മുടെ സ്കിന്നില് ഇലക്ട്രോഡ്സിനെ പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉപകരണം യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ കൂടുതലും ഈ ഒരു ഉപകരണം ഉപയോഗിക്കുന്നത് ഹാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഇപ്പോ ചെസ്റ്റ് പെയിനുമായി ബന്ധപ്പെട്ട് വരുന്നവരാവാം, അല്ലെങ്കിൽ തലകർക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ട് വരുന്നവരാവാം, അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് ഉടനെ വരുന്നവരാവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകള് കാര്യങ്ങൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതിനാണ് കൂടുതലും നമ്മൾ ഈ ഒരു ടെസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഈ ഒരു ടെസ്റ്റിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കാവുന്നത്. ഒന്നാമത്തത് ECGയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാം. രണ്ടാമത്തത് ഈ ഒരു പിക്ചർ തന്നിട്ട് അത് ഏത് ഉപകരണമാണെന്ന് ചോദിക്കാം. ആ ഒരു ഉപകരണത്തിനെ പറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ആ ഇലക്ട്രോഡ്സും അതുമായി ബന്ധപ്പെട്ട വയർസും കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് മിസ് ആദ്യം പറഞ്ഞ ഈ ഫിബ്രിലേറ്റേഴ്സും ഈ പറയുന്ന ECG അപ്പൊ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഏകദേശം ഒരു സെയിം ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും കാര്യങ്ങളോ. അപ്പൊ അത് ചില ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അത് മാറിപ്പോവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ക്ലൂ ഉപയോഗിച്ചിട്ട് അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ ചില കാര്യങ്ങൾ നമുക്ക് എല്ലാം മുള്ളും പഠിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അതായിരിക്കും എന്ന് നമുക്ക് ക്ലൂ വെച്ചിട്ട് നമുക്ക് പഠിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഈ ഒരു ഉപകരണത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അത് വെച്ചിട്ട് ഇതിന്റെ ഉപകരണമാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി. അപ്പൊ ഇവിടെ നോക്കിയേ, ഇലക്ട്രോകാർഡിയോഗ്രാഫ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ഇലക്ട്രിക്കൽ ഫങ്ഷൻ ഓഫ് ദ ഹാർട്ട് over a period of time using electrodes which are put on the skin. നമ്മുടെ സ്കിന്നിൽ പ്ലേസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സുകളുടെ സഹായത്തോടു കൂടി ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിലുള്ള ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് എത്രത്തോളമാണ്, അവരുടെ ഹൃദയത്തിന്റെ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലുള്ള ആ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ എത്രത്തോളമാണെന്ന് ടെസ്റ്റ് ചെയ്യുകയും അത് മെഷർ ചെയ്യുകയും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു പ്രോസസ്സും ഒരു മെഷീനുമാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇലക്ട്രോഡ്സ് നമ്മുടെ സ്കിന്നിൽ പ്ലേസ് ചെയ്തിട്ടാണ് ആ ഒരു മെഷർമെന്റ് എടുക്കുന്നത്. ക്ലിയർ ആണോ ഇത്? മനസ്സിലായോ? ഓക്കെ, അത് വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ് വെയിങ് മെഷീൻ. വെയിറ്റ് നോക്കുന്ന വെയിങ് മെഷീൻസിൽ യൂസ് ചെയ്തിട്ടില്ലേ? വെയിറ്റ് നോക്കാറില്ലേ വെയിങ് മെഷീൻസ് ഇല്ലേ? ഇവിടെ വെയിങ് മെഷീന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇങ്ങനത്തെ വെയിങ് മെഷീൻസ് ഉണ്ടോ? ഇത് കുറവാണ് അല്ലെ. ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള സ്കെയിലുകളാണ്. ഡിജിറ്റൽ സ്കെയിലുള്ള വെയിങ് മെഷീൻസ് അല്ലേ ഇപ്പൊ അവൈലബിൾ അല്ലെ? ഇപ്പൊ എല്ലായിടത്തും ഡിജിറ്റൽ സ്കെയിലുള്ളതാ. അപ്പൊ അത്തരത്തില് ഇതിവിടെ പിക്ചർ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഡിജിറ്റൽ സ്കെയിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു വെയിങ് മെഷീൻ അത് മനസ്സിലാവാതിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പിക്ചർ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു വെയിങ് മെഷീൻ ആണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഇതിൽ നമ്മൾ പറയുന്നത് കൂടുതലും ഡിജിറ്റൽ സ്കെയിലുള്ള വെയിങ് മെഷീന്റെ കാര്യങ്ങളാണ്. മറ്റേത് നമുക്ക് ജസ്റ്റ് വെയിറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. പക്ഷെ ഇപ്പോൾ ഡിജിറ്റൽ സ്കെയിൽ കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് വെയിങ് മെഷീൻസ് ആണ് which measures mini reading. നമ്മൾ ഒരുപാട് റീഡിങ്സ് എടുക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒന്നും വേണ്ട, നമ്മുടെ സ്മാർട്ട് വാച്ചിൽ തന്നെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഇല്ലേ? സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാം, ഹാർട്ട് ബീറ്റ് ടെസ്റ്റ് ചെയ്യാം ഇല്ലേ? പറ്റില്ലേ? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ഇത് നമ്മുടെ സ്മാർട്ട് ആയിട്ടുള്ള ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഓരോ ഉപകരണങ്ങളും. അതുപോലെ തന്നെ നമുക്ക് പുതിയ ഡിജിറ്റൽ സ്കെയിലുള്ള വെയിങ് മെഷീനിലും ഒരുപാട് മെഷർമെന്റും റീഡിങ്ങുകളും എടുക്കാം. നമ്മുടെ ബോഡി വെയിറ്റ് മെഷർ ചെയ്യാം, ബോഡിയുടെ ഫാറ്റ് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാം. അതുപോലെ തന്നെ BMI. എന്താ BMI? BMIയുടെ ഫുൾ ഫോം എന്താ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? BMI വേറെ ചാപ്റ്റേഴ്സിലൊക്കെ. BMIയുടെ ഫുൾ ഫോം എന്താ? എന്താണ് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് മിസ് ചോദിച്ചത്. BMIയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. എന്താണ് BMI? BMIയുടെ എക്സ്പാൻഡ് ഫോം പറഞ്ഞാൽ മതി.
വേറെ ഒരു ചാപ്റ്ററിലും പഠിച്ചിട്ടില്ലേ ഇത്? BMI എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടില്ലേ? ഉണ്ടോ? ബോഡി മാസ് ഇൻഡെക്സ് ആണോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെച്ചേ. BMIയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ബോഡി മാസ് ഇൻഡെക്സ് കേട്ടോ, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പൊ BMI നമുക്ക് മെഷർ ചെയ്യാം. അതായത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാം, ബോഡിയുടെ ഫാറ്റ് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാം, ബോഡി വെയിറ്റ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ മെഷർ ചെയ്യുന്ന അത്തരത്തിലുള്ള പല റീഡിങ്സും എടുക്കാൻ പറ്റുന്ന ഇലക്ട്രോണിക് ആയിട്ടുള്ള വെയിങ് മെഷീൻ, ഡിജിറ്റൽ സ്കെയിലുള്ള ഇലക്ട്രോണിക് വെയിങ് മെഷീൻസ് ആണ് നമ്മളിപ്പോ ഹോസ്പിറ്റൽസിലും മറ്റ് സെന്റേഴ്സിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അതും നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ്. ആ ഒരു പിക്ചർ തന്നാൽ അത് വെയിങ് മെഷീൻ ആണെന്ന് അറിഞ്ഞിരിക്കണം. അതിലൂടെ നമുക്ക് പല റീഡിങ്സ്, ഇപ്പൊ ഡിജിറ്റൽ സ്കെയിലുള്ള ഇലക്ട്രോണിക് വെയിങ് മെഷീൻ ആണെങ്കിൽ പല റീഡിങ്സ് എടുക്കാം. ബോഡി വെയിറ്റ്, ബോഡി ഫാറ്റ്, ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BMI മുതലായവയൊക്കെ മെഷർ ചെയ്യാനും റീഡിങ് എടുക്കാനും സാധിക്കും എന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി 7th one. ഓ, മിസ് ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ട്രോളി തുടങ്ങി അടുത്ത ഭാഗം എടുക്കാം. അപ്പൊ ഇത്രയും വരെ വായിച്ചിട്ട് വരാം. അതുപോലെ തന്നെ തേർഡ് മോഡ്യൂളിലെ കാര്യം മിസ് പറഞ്ഞത് ഓർമ്മയിൽ ഉണ്ടാവണം. അതിന് ഏതെങ്കിലും ഭാഗങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറയാം. അപ്പൊ അതനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോ വായിച്ചു വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.